പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായിട്ടും ഒരു കുഞ്ഞില്ലാതെ വേദനിക്കുന്ന അനേകം ദമ്പതിമാര് ഇന്ന് നമുക്കിടയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ദമ്പതിമാര് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണിത്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ ദൈവം ഉത്തരം നൽകുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. ഈ അവസരത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയത്തിക്ക് വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 10 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഏതെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്താമോ അവയെല്ലാം നടത്തിയിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതെ ആകെ നിരാശയും വിഷമവുമായി കഴിയുന്ന സമയത്താണ് എന്നോട് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. ഓർക്കണം, ഞാൻ മാത്രമല്ല കേട്ടോ പ്രാർത്ഥിച്ച, ആ കുടുംബം മൊത്തം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നോടിങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ആ സമയത്ത് ഞാൻ അന്ന് തന്നെ എൻ്റെ കുർബാന പുസ്തകം എടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് ആ ചേച്ചിയുടെ പേരെഴുതി വെച്ചു. അന്ന് എനിക്ക് വെറും 16 വയസ്സ് മാത്രമാണ് പ്രായം. എങ്കിലും ആ പ്രായത്തിലും ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രത്യേകം വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. എന്നും കുർബാനയ്ക്ക് പോകുമായിരുന്നു. വൈദികൻ കുർബാന മധ്യേ കാസിയും പീലാസിയും എടുത്തുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ ചേച്ചിയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി 1 വർഷമല്ല, 2 വർഷമല്ല, മുടങ്ങാതെ 5 വർഷത്തോളം ഞാൻ ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനായിട്ട് നിരന്തരം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഈശോയ്ക്ക് എൻ്റെ ആ യാചന കേൾക്കാതിരിക്കാനായില്ല. വിവാഹം കഴിഞ്ഞതാണ്ട് 15 വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യമുള്ള മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ആ ചേച്ചിയെ അനുഗ്രഹിച്ചു. ഇന്നവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതൊരു അനുഭവം മാത്രം. ഇതുപോലെ പറയാൻ ഒരുപാടുണ്ട്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ കുഞ്ഞുങ്ങളെ നൽകിയ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് പറയാൻ. ഞാൻ എന്തിനാണെന്നോ ഇത് നിങ്ങളോട് പറഞ്ഞത്? പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കാനാണ്, നിരാശയിലേക്ക് പോകാതിരിക്കാനാണ്. നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നും ഒരിക്കലും വെറുതെയാകില്ല. ക്ഷമയോടെ കാത്തിരിക്കണം. ഈശോ അനുഗ്രഹിക്കാനായിട്ടൊരിക്കൽ കടന്നു വരും, ഉറപ്പാ. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഞാൻ നിങ്ങളെ ഒരു വചന കൊന്ത പഠിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയത്തിക്ക് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞില്ലാതെ വിഷമിച്ച സാഹചര്യത്തിൽ ഈ വചനക്കൊന്ത മുടങ്ങാതെ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി. അന്നു മുതൽ മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഞാൻ ഈ വചനക്കൊന്ത പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഈ പ്രാർത്ഥന എപ്രകാരമാണ് ചൊല്ലേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലെ തന്നെ ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു പരിശുദ്ധ മറിയം ചൊല്ലുക. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലുക. പിന്നീട് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം ഏറ്റുചൊല്ലുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് നമ്മൾ ഇത് ചൊല്ലുക. അതിനുശേഷം 10 നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതിന് പകരമായിട്ട് ഓരോ വചനവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ 5 വചനങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒന്നാമത്തേത്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഇപ്രകാരം 10 തവണ പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് എന്നുള്ള വചനം 1 തവണ ഏറ്റുചൊല്ലുക. വീണ്ടും 2ാമത്തെ വചനം, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാവാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? യെശയ്യാ 66:9. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്ന്.
ആ വചനം പറയുക. വീണ്ടും 3-ാമത്തെ വചനം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തിയുടെ പുസ്തകം 26-24. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം വീണ്ടും 1 തവണ ഏറ്റുചൊല്ലുക. 4-ാമത്തെ വചനം, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 113:9. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ചൊല്ലുക. 5-ാമത്തെ വചനം, ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 30:22. ഈ വചനവും 10 തവണ ഏറ്റുചൊല്ലുക. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നുള്ള വചനം ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വചനക്കൊന്ത ചൊല്ലേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിശ്വാസത്തോടെ ഈ വചനക്കൊന്ത ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ വലിയ അഭിഷേകം കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ കുഞ്ഞുങ്ങളെ നൽകി എല്ലാ ദമ്പതിമാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം എത്രയും വേഗം ഉത്തരം നൽകട്ടെ.